കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇപ്പൊ തൃപ്തിയായി കാണുമല്ലോ. സംശയ നിവാരണവും ആയോ? പറഞ്ഞാ വിശ്വസിക്കില്ലല്ലോ. എന്നാലും ശ്രേയയ്ക്ക് പകരം മറ്റൊരാളെ തട്ടുവിട്ട് എന്തിനു നിർത്തണം പെണ്ണെ? ഇനി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോ. ഇപ്പൊ തന്നെ സംശയമൊക്കെ തീർത്തു തന്നേക്കാം. ഏതു നേരം ഇങ്ങോട്ടാ കണ്ണ്. അവള് പോട്ടെ, മോളകത്തേക്ക് ചെല്ല. എടി എടി എടി, അവര് പോയി, നീ ഇറങ്ങി വരാൻ നോക്ക്. എന്തെന്നാടി ആടി ഒളിഞ്ഞു വരുന്നത്? ആ മുറിന്ന് പുറത്തേക്ക് ഇറങ്ങി വരാൻ പോലും തോന്നുന്നില്ലല്ലേ? എന്തിനാ അച്ഛമ്മ വേണ്ടാത്തൊക്കെ പറയുന്നേ? ശ്രേയനകത്തേക്ക് പറഞ്ഞയക്കുന്നതും ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നതും ഊർമിളേച്ചിങ്ങാനും കണ്ടിരുന്നെങ്കിലോ അവര് കയ്യോടെ പിടികൂടാൻ കാത്തിരിക്കായിരിക്കും. ആ ആ എന്തെങ്കിലും ആവട്ടെ, നീ ഇറങ്ങിങ്ങി വന്നേ. നോക്കി നിൽക്കാതെ അകത്തേക്ക് പോടി. ചെല്ല്. ഇന്ദുമ്മ, ആരാ അവിടെ? എന്താ നിങ്ങളെ കാണിക്കുന്നേ? ഈ നേരത്തെന്താ ഇവിടെ നിൽക്കുന്നേ? ഇപ്പൊ ഇവരെങ്ങാനും തട്ടം മാറ്റി ശ്രേയയെ കണ്ട അകത്തിരിക്കേണ്ടവള് പുറത്ത് എന്ത് ചെയ്യുന്നു ചോദിക്കും. വാതിലെ മുട്ടി ചെറുക്കനോട് തുറക്കാൻ പറയും. അപ്പൊ അകത്തുള്ള വൈദേഹിയെ കണ്ട എല്ലാം ഇവര് മനസ്സിലാക്കും. ഞാൻ എന്ത് ചെയ്യും എന്റെ ദൈവമേ? ഭഗവാനെ, അവൾ അകത്തേക്ക് കേറിയോ? കുട്ടികളുടെ മുറിയുടെ വാതിക്ക് വന്നു നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാ മന്ധരാമേ? അല്ല, ശ്രേയനെ അച്ഛമ്മ അകത്തേക്ക് കയറ്റിവിടാൻ നേരത്ത് ഇന്ദുമ്മ കയറി വന്നു. ശ്രേയ ഓടിക്കളഞ്ഞു. ഈ പ്രാവശ്യം സത്യമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചില്ല കേട്ടോ. എന്തുണ്ടായാലും അത് രാമൻ ചെയ്തായിട്ട് കൂട്ടിയാൽ മതി. ആ പാലെന്തിനാ മന്ധരാമേ? ഇതോ പാല് പാല് കുട്ടികൾ വൈകിട്ട് പാല് കുടിച്ചില്ലല്ലോ, കൊടുക്കാന്ന് കരുതി. അത്രേ ഉള്ളോ? അതിനാണോ ഇവിടെ നിന്ന് ഇങ്ങനെ പരുങ്ങുന്നത്? ഇപ്പൊ അകത്തേക്ക് പോയതല്ലേ ഉള്ളൂ. വാതില് മുട്ടി കൊടുത്തേക്ക്. അല്ലെ അതിങ്ങിതാ. ദേവമോനെ, എടാ മോനെ. ഇന്ദുമ്മയാ. എടാ ദേവാ, ഒരു മിനിറ്റ് ഒന്ന് വാതില് തുറക്ക്. തട്ടോട്ടിരുന്നു, ഞാൻ ചെന്ന് വാതിൽ തുറക്കട്ടെ. ഒന്ന് നിൽക്ക്. എടാ ദേവാ. എന്തു പറ്റി? ഈ പാല് തരാനാ. ഒന്ന് മാറ്റി. അല്ല ഇന്ദു, എന്തിനാ ഇതൊക്കെ? ശ്രേയ, ഇങ്ങോട്ട് വന്നേ. രണ്ടുപേരും അവിടെ ഇരുന്നേ. ഇരിക്കാനല്ലേ പറഞ്ഞത്? മോളെ ശ്രേയേ, എന്നാ പാല് പിടിക്ക്. ഭർത്താവിന് കൊടുക്ക.
അമ്മ എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? നടക്കാനുള്ളത് എന്തായാലും നടക്കും, നടക്കാത്തത് ഒരിക്കലും നടക്കേയില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നടക്കണമെന്ന് ആഗ്രഹിച്ചോണ്ട് അതെല്ലാം തന്നെ നടക്കണമെന്നൊന്നുമില്ല. നീ അവിടെ മിണ്ടാതെ കിടന്നോണം. ഇപ്പൊ തന്നെ എന്തൊക്കെയാ നടന്നത്, എന്തിനു വേണ്ടിയാ നടന്നത് ഒന്നും അറിയാതെ എന്റെ തല വെട്ടിപ്പൊളക്കുക. അതെനിക്ക് നീ എന്തിനാണ് ഈ കാർന്നവരെ പോലെ? ദേ വന്നല്ലോ വൈദേഹി എത്തി. മോളെ വൈദേഹി, ആരും കണ്ടില്ലല്ലോ അല്ലേ? ഭഗവാനെ, ശ്രേയ അകത്തേക്ക് പോയല്ലോ അല്ലേ? എവിടെ പോയിന്ന്? എങ്ങും പോയില്ല. അകത്തേക്ക് പോയത് വൈദേഹി ചേച്ചിയാ. എനിക്ക് തോന്നിയിരുന്നു ശ്രേയ ചേച്ചി തിരിച്ചു വരുമെന്ന്. ഇറങ്ങിപ്പോയത്ര എളുപ്പമൊന്നല്ല ചേച്ചി തിരിച്ചു കേറാന്ന് വെച്ചാല്. നീ ഒന്ന് കിടന്ന് ഉറങ്ങടാ. മുറിക്കാതെ കയറാതെ നീ എന്തിനാ ഇങ്ങി പോന്നത്? അകത്തേക്ക് കയറാൻ അതിനാരെങ്കിലും അനുവദിച്ചിട്ട് വേണ്ടേ? ആരാ അവിടെ? ഇതൊന്നും അത്ര എളുപ്പമല്ല. അവിടെ നോടി രക്ഷപ്പെട്ടതുകൊണ്ട് തടി തപ്പി. ഇല്ലായിരുന്നെങ്കിൽ കയ്യോടെ എന്നെ പിടികൂടിയനെ. ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. പാവം, അതിനകത്തിരുന്ന് വൈദേഹി ശ്വാസം മുട്ടുന്നുണ്ടാവും. വൈദേഹി ചേച്ചിയെക്കാളും പാവം അച്ഛൻ മരിക്കും മുറിയുടെ വാതിക്കുന്ന ശ്വാസം മുട്ടുന്ന. എന്നാ പാൽ. ശ്രേയേ, പാല് വാങ്ങി കുടിക്കും മോളെ. ഇനി ആ തട്ട എന്തിനാ, അതെടുത്ത് മാറ്റിക്കോ. അതെന്തിനാ ഇപ്പൊ തന്നെ എടുത്തു മാറ്റുന്നേ? ഇനി അതിന്റെ ഒന്നും കാര്യമില്ല. യാഗം കഴിഞ്ഞിട്ട് നേരം കുറെ ആയില്ലേ. കാലത്ത് തൊട്ട് അതും തലയിലിട്ടോണ്ടിരിക്കല്ലേ. ഇനി ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നീ ഇതെടുത്ത് മാറ്റി. വേണ്ടെന്തോ? അയ്യോ, അതെന്താടാ, നിന്റെ ഭാര്യയുടെ മുഖം ഞങ്ങളിവിടെ കണ്ടാൽ ദിവസം കാണുന്ന മുഖം തന്നെയല്ലേ? ആ, ഈ മുഖം ആ മുഖം അല്ല ഇന്ദു. അതെങ്ങനെയാടാ ഈ മുഖം ആ മുഖം അല്ലാണ്ടാവുന്നേ? ഇനിയിപ്പോ ഇത് ശ്രേയല്ലെന്നെങ്ങാനും നീ പറഞ്ഞു കളയോ? ഇന്ദു എന്താ കൊച്ചുകുട്ടികളെ പോലെ? ഓ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. തലയിൽ തട്ട വിട്ട് കഴിഞ്ഞാ പിന്നെ അതെടുത്ത് മാറ്റുമ്പോ ആ മുഖം നിനക്ക് അധികം കാണണമെന്നല്ലേ? അതല്ലേ ഉദ്ദേശിച്ചേ? ഈ കാര്യത്തിലൊക്കെ നിനക്ക് നിന്റെ അച്ഛന്റെ അതേ ശാഠ്യമാണ്. എന്നാ ശരി, അവക്ക് ആ പാലെടുത്ത് കൊടുക്ക്. എടാ മോനെ ദേവാ, ഇന്ന് രാത്രി നിങ്ങടതാ. മന്ദര എന്തിനാ ഇനി ഇവിടെ തന്നെ നിക്കുന്നേ? അവര് കുട്ടികൾ ആഘോഷിക്കട്ടെ. മന്ദര എങ്ങി പോര്. ഞാനിപ്പോ ഇവിടെ നിന്നേ പറ്റൂ, അല്ലെങ്കിൽ ആകെ പ്രശ്നമാകും. വാ മന്ദരേ, വാ. ഭഗവാനെ, ഇങ്ങോട്ട് ഇറങ്ങി വാ. എടാ മോനെ, ഇനി ആര് മുട്ടിയാലും വാതിൽ തുറക്കണ്ട.
മന്ദിര പോയി കിടക്കാൻ നോക്ക്. എനിക്കെന്തോ ഉറക്കം വരുന്നില്ല. ഇന്ദു പോയി കിടന്നു. അത്ര പെട്ടെന്ന് എങ്ങനെ ഉറക്കം വരാനാ? പ്രായമായ ഇങ്ങനെയൊക്കെയാ. വാ, നമുക്ക് കുറച്ചേരം മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാം. ചേടാ, ഈ തള്ള വിടുന്ന ലക്ഷണമില്ലല്ലോ. താമസിക്കും തോറും ഇവിടെ എന്റെ കുഞ്ഞിന്റെ കുടുംബം തകർന്നുകൊണ്ടിരിക്കുക. മന്ദിര ഇങ്ങോട്ട് വന്നേ, വാ. ഹലോ ഹലോ, പറയൂ മാഡം. ശ്രേയ മുംബൈയിലേക്ക് വന്നില്ലേ? ഇല്ലല്ലോ മാഡം. വാട്ട്? അതെങ്ങനെയാ വരാതിരിക്കുക? ഫോൺ ചെയ്തപ്പോൾ വന്നോണ്ടിരിക്കുക എന്നല്ലേ പറഞ്ഞത്? പുറപ്പെടാൻ നേരത്ത് വിളിച്ചായിരുന്നു മാഡം. കുറച്ചു ദൂരം എത്തുന്നവരെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയിരുന്നു. പിന്നെ എന്താ പറ്റിയെന്ന് അറിയില്ല. ആളും ഇവിടെ എത്തിയില്ല, പിന്നെ ഫോണും വിളിച്ചിട്ട് കിട്ടുന്നില്ല. സത്യമാണോ? അവര് പുറപ്പെട്ടു എന്നുള്ളത് ഉറപ്പാണോ? ആ, അത് ഉറപ്പാണ്. എന്നോട് പറഞ്ഞിരുന്നു. ശരി. ഡയറക്ടർ പറഞ്ഞത് സത്യമാണെന്നുണ്ടെങ്കിൽ ശ്രേയ യാഗത്തിന് ഇരുന്നിട്ടില്ല എന്നുള്ളത് ഉറപ്പാ. അതിനൊരു വഴിയില്ല. ഈ ഡയറക്ടർ ആരാ ഓർമ്മ? എന്താ സംഭവം? ശ്രേയ സിനിമാ പ്രാന്ത മൂത്ത് ഹീറോയിനാകാൻ നടക്കുമല്ലേ. ഇവിടെ യാഗം മുടങ്ങണമെന്നുണ്ടെങ്കിൽ ഭാര്യ കൂടെ ഉണ്ടാവരുതല്ലോ. അതുകൊണ്ട് ഞാൻ മുംബൈയിൽ ഒരു ഡയറക്ടറോട് സംസാരിച്ചിരുന്നു. സിനിമ ഓഫർ ഉണ്ടെന്നും പറഞ്ഞ് അവളെ വിളിപ്പിച്ചു. അത്ര തന്നെ. ശ്രേയ പയ്യെ ഇവിടുന്ന് മുങ്ങി. ഏയ്, ശ്രേയ ഇവിടെ ഉണ്ടല്ലോ. യാഗത്തിനും അവൾ കൂടെ ഉണ്ടായിരുന്നല്ലേ? അതൊക്കെ വെറുതെയാ വരുന്നേ. ശ്രേയ നേരം വെളുത്തപ്പോൾ തന്നെ ഇവിടുന്ന് ഇറങ്ങിയതാ. മുംബൈയിലേക്ക് കുറേയേറെ ദൂരം പോവുകയും ചെയ്തു. പക്ഷെ ഇടയ്ക്ക് വെച്ച് എന്തോ സംഭവിച്ചിട്ടുണ്ട്. പകുതി വഴിക്ക് വെച്ച് തിരിച്ചു വന്നു എന്നാ തോന്നുന്നേ. നേരാണോ? അതേ വരുൺ, പകുതി വഴിക്ക് തിരികെ വന്നതാണെങ്കിലും തിരിച്ചെത്തിയപ്പോൾ വൈകുന്നേരമായിട്ടുണ്ടാവും. അപ്പോ കാലത്ത് തുടങ്ങി യാഗത്തിനിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു ചാൻസും ഇല്ല. അത് വെറുതെ പറയുന്നതാ. ശരിയാണല്ലേ? ഇപ്പൊ നീ പറഞ്ഞ ഈ കാര്യം തന്നെയാ അന്ന് കല്യാണത്തിനന്ന് ഞാനും പറഞ്ഞു. അന്ന് കല്യാണം നടക്കേണ്ടിരുന്ന സമയത്ത് ഡയറക്ടറുടെ അടുത്തായിരുന്നു അവള്. പക്ഷേ ഇവിടെ കല്യാണവും നടന്നു. കല്യാണം നടന്നത് വേറെ ആരോ ആയിട്ടാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. ദേ ഇപ്പം അത് വീണ്ടും ആവർത്തിച്ചിരിക്കുക. പെണ്ണ് ഇവിടുന്ന് മുങ്ങിയിട്ടും പെണ്ണിൻ്റെ സ്ഥാനത്ത് വേറൊരു പെണ്ണുണ്ടായിരുന്നു. എവിടെയോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അന്ന് ഞാനിത് നിന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഭ്രാന്താണെന്നല്ലേ നീ പറഞ്ഞത്? പക്ഷേ നിനക്ക് ഭ്രാന്താണെന്ന് ഞാൻ പറയില്ല ഓർമ്മ. അതെന്തുകൊണ്ടാണെന്നോ? നീ എന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് ഭ്രാന്ത. നമ്മൾ വിചാരിച്ചതൊന്നും നടന്നില്ലെങ്കിലും നീ എനിക്ക് വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളെ ഞാൻ എല്ലാം മറന്ന് സന്തോഷിക്കുന്നുണ്ട് ഓർമ്മ. ഓർമ്മളെ, ഈ ലോകത്ത് എന്തിനേക്കാളും നിന്നെയാണ് എനിക്കിഷ്ടം. ശരിക്കും പറഞ്ഞാൽ ഭ്രാന്ത. എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും നിന്നെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ കൊതിക്കുന്നത്.
നിക്കൂ ഊർമിളെ. എപ്പോഴും നീ എൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങളെ ഇങ്ങനെ തുറന്നു വിട്ടിട്ട് ഒടുവിൽ നിരാശ മാത്രമാണ് എനിക്ക് സമ്മാനിക്കുന്നത്. എന്നാൽ നീ എൻ്റേതാവുന്ന ആ ദിവസത്തിന് വേണ്ടി, നിനക്ക് വേണ്ടി മാത്രം ഞാൻ കാത്തിരിക്കും. അത്രയും ഗംഭീരമായിട്ടാ മൂത്ത ആളുടെ കല്യാണം നടന്നത്. വേറെന്തൊക്കെയാ വിശേഷങ്ങള്? തീക്കനലിന്റെ മുകളിൽ ഇരുത്തിയിട്ടാണോ വിശേഷങ്ങൾ ചോദിക്കുന്നേ? വിശേഷം എന്താന്ന് ചോദിച്ചാൽ ഞാൻ എന്താ വല്ല കടയിൽ പോയി മേടിച്ചോണ്ട് വരണം. എനിക്ക് പ്രത്യേകിച്ച് എന്ത് വിശേഷമാ? ഇന്ദുവിന്റെ വിശേഷങ്ങൾ പറ. അവിടെ അകത്ത് എന്തൊക്കെയാ നടക്കുന്നതെന്ന് ആർക്കറിയാം? ഭഗവാനെ കാത്തോളേ. നല്ല മഞ്ഞക്കാലമല്ലോ, രാവിനിത്ര ചൂടിതെന്താ? നിന്റെ ദേവനോട് സ്നേഹമെന്ന് ചൊല്ലാൻ ആ മുഖത്ത് ദുഃഖമെന്താ? ഓ മെല്ലെ മെല്ലെ വന്ന് കൊഞ്ചിടുന്ന തെന്നൽ പാടിടുന്ന ഗാനമെന്താ? പെണ്ണിനിന്നു നെഞ്ചിനുള്ളിൽ വന്നു മാറൻ ചൊല്ലിടുന്ന കാര്യമെന്താ? Baby he loves you, loves you, loves you so much. Baby he loves you, loves you, loves you so much. എനിക്ക് എന്തൊക്കെയൊക്കെയോ തോന്നുന്നു വൈദേഹി. ഇത്രയും നാൾ നമ്മൾ തമ്മിൽ ഉള്ളുകൊണ്ട് അടുത്തെങ്കിലും ശരീരം മുമ്പോട്ടായിരുന്നേ ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് എന്താ പറ്റിയെന്നറിയില്ല. പിന്മാറാൻ മനസ്സൊട്ടും തന്നെ സമ്മതിക്കുന്നില്ല. എന്റെ ചിന്തകൾക്ക് കടിഞ്ഞാണിടാനും എനിക്കാവുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അത്? ഞാനെങ്ങാനും നിന്റെ കഴുത്തിൽ താലി കെട്ടിയിരുന്നെങ്കിൽ ഈ രാത്രി നമ്മുടെ ജീവിതത്തിലെ മാധുര്യത്തിന്റെ പരമോന്നത രാത്രിയായാണ്. പക്ഷെ എനിക്ക് നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ടാ ഞാനൊന്നും മടിക്കുന്നത്. ദേവേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടി എല്ലാ അവകാശമുണ്ട്. പക്ഷേ ശ്രേയ, ദേവേട്ടൻ ശ്രേയയുടെ ഭർത്താവ്. ദേവേട്ടൻ ശ്രേയയുടെ മാത്രം സ്വന്തം. നമുക്കിടയിലുള്ള ഈ അകലം എന്നും ഇതുപോലെ ഉണ്ടാവും. ഇതാണ് ഈ ചിന്ത തന്നെയാണ് നമ്മൾ തമ്മിലുള്ള അകലത്തെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ രണ്ടാളും ജീവന് തുല്യം സ്നേഹിക്കുന്നവരല്ലേ? എന്നോ ഒന്നിക്കേണ്ടവരുമായിരുന്നു. എന്ത് ചെയ്യാനാ, ദേവേട്ടൻ ശ്രേയയുടെ സ്വന്തമായിപ്പോയി. എന്നെങ്കിലും ഒരു ദിവസം ഞാൻ പോയല്ലേ പറ്റൂ. അതുവരെ നമുക്ക് ഇങ്ങനെ അകന്നകന്നകന്ന് പൊക്കൊണ്ടിരിക്കാം. അകന്നകന്ന് പോകുക എന്ന് പറഞ്ഞിട്ട് അടുത്തടുത്ത് വന്നോണ്ടിരിക്കുകയാണല്ലോ. അത് ശരിയാ, ദേവേട്ടനും അടുത്തടുത്ത് വന്നോണ്ടിരിക്കുകയാണല്ലോ. നമ്മള് കുടിച്ച പാലിനകത്ത് എന്തോ പ്രശ്നമുണ്ട്. അതിലെന്റെ അച്ഛമ്മ എന്തോ കലർത്തിയിട്ടുണ്ട്. നമ്മൾ ഒന്നിപ്പിക്കാനായിരിക്കോ? ഒരിക്കലും അല്ല. അങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ. നമ്മൾ അടുക്കാൻ പാടില്ലാത്തവരാ, അകന്നു പോകേണ്ടവരാ. നമ്മൾ അകന്നകന്നകന്നു പോകുന്തോറും ദൂരവും കൂടി കൂടി വരും. അത് തന്നെയാ
ദേവേട്ടനും എനിക്കും ശ്രേയക്കും എല്ലാവർക്കും നല്ലത്. കാലത്ത് തുടങ്ങിയേ ഈ ആകത്തിനിരുന്ന് ആകെ ക്ഷീണിച്ചു പോയി. എന്നാലും ഉറക്കം വരില്ല. നേരെ വെളുക്കുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു തീർക്കും. എന്റെ തള്ളയെ എന്നെ ഒന്ന് വിടും, അല്ലെങ്കിൽ എനിക്ക് വട്ട് പിടിക്കും. എങ്കിൽ പിന്നെ നേരം വൈകി പോയിക്കോ. മന്ദരയ്ക്ക് ഉറക്കം വരുന്നുണ്ടാവും. ആയിക്കോട്ടെ, ഇന്ത് പോയി കിടന്നു, ഞാനും മുറിയിലോട്ട് പോവാ. രക്ഷപ്പെട്ടു, പിശാച് തള്ള. എടി ശ്രേ, ഞാനും അകന്നകന്ന് പൊക്കോളാം, ദേവേട്ടനും അകന്നു പോണം. അപ്പൊ അടുത്തവര് തമ്മില് ദൂരത്തിലേക്ക് പൊക്കോളും. നെഞ്ചിനുള്ളിലാകെ മഞ്ഞു പെയ്യും പോലെ നിന്നെ കണ്ട നേരത്ത് മയങ്ങും. നെഞ്ചിനുള്ളിലാകെ മഞ്ഞു പെയ്യും പോലെ നിന്നെ കണ്ട നേരത്ത് ഓ വർണ്ണത്തിങ്കൾ മെല്ലെ കന്നിത്തേനിൽ മുങ്ങിത്താഴും ആ നേരത്തല്ലോ ഒളി നോക്കുകൊണ്ടു തന്നെ സഖിയാക്കി നിന്നെ ഓമലേ. നെഞ്ചിനുള്ളിലാകെ മഞ്ഞു പെയ്യും പോലെ നിന്നെ കണ്ട നേരത്ത്